ബൈബിൾ ട്രൂത്ത്സ് വെബ്സൈറ്റിൽ എങ്ങനെ പരീക്ഷ എഴുതാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പരീക്ഷ എഴുതാനുള്ള വെബ് പേജിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ URL ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം നിങ്ങളായിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ പേജ്, പരീക്ഷയുടെ പേജ് നിങ്ങളുടെ ഫോണിൻ്റെയോ ഡെസ്ക്ടോപ്പിൻ്റെയോ ബ്രൗസറിൽ ഓപ്പൺ ആകും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോഗിൻ ചെയ്തവർക്ക് മാത്രമേ പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ പേജിൽ കാണുന്ന പോലെ പ്ലീസ് ലോഗിൻ എന്നൊരു മെസ്സേജ് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യണം. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകുന്ന പേജ് ആണ് ഈ പരീക്ഷ പേജ്. ഇതിൽ പരീക്ഷയുടെ പേര്, എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കും, എത്ര സമയമാണ് ഈ പരീക്ഷ എഴുതി പൂർത്തിയാക്കാൻ അനുവദിച്ചിട്ടുള്ളത്, ഈ പരീക്ഷ പാസ്സാവണമെങ്കിൽ എത്ര ശതമാനം മാർക്ക് സ്കോർ ചെയ്യണം, അതുപോലെ എത്ര ചോദ്യങ്ങൾ അടങ്ങുന്നതാണ് ഈ പരീക്ഷ മുതലായ വിവരങ്ങൾ ഈ പേജിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുള്ള വിഷയം, ഇത് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. നിങ്ങളെ പഠിപ്പിക്കുന്ന സാർമാർക്കോ മറ്റാർക്കോ ഇതിൻ്റെ ഉത്തരങ്ങൾ ശരിയോ തെറ്റെന്ന് വീണ്ടും നോക്കുവാനോ കറക്ഷൻസ് വരുത്തുവാനോ ഒന്നും സാധിക്കില്ല. കംപ്ലീറ്റ്ലി സിസ്റ്റം ഡ്രിവൻ ആണ്. സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ മുമ്പേ ഫീഡ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം തന്നെ ആ ഉത്തരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കറക്റ്റ് ചെയ്യുകയും അന്നേരം തന്നെ ഇൻസ്റ്റൻ്റ്ലി അതിൻ്റെ മാർക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കേണ്ടത്, നിങ്ങൾ പരീക്ഷ എഴുതുവാൻ റെഡി ആണെങ്കിൽ മാത്രം ഈ കാണുന്ന സ്റ്റാർട്ട് എന്നീ കാണുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. ഓരോ ടെസ്റ്റിനും ഒരു സമയം എഴുതി തീർക്കുവാനായിട്ട് ഒരു പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൽ 4 മണിക്കൂറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ ക്ലോക്ക് തന്നെ കൗണ്ട് ഡൗൺ ടൈമർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. ഇത് സമയത്തിനുള്ളിൽ, ഈ അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ എത്ര ചോദ്യങ്ങളാണോ എഴുതി തീർക്കേണ്ടതാണ്. എല്ലാ ചോദ്യങ്ങളും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്യുകയോ എസ്സേ എഴുതുകയോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ശരി ഉത്തരം. ഫോർ എക്സാമ്പിൾ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ചോദ്യത്തിൻ്റെ നമ്പർ മുകളിലും അതേപോലെ താഴെയും എത്ര ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഇതിൻ്റെ ഉത്തരം, ഇത് ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. ശരിയോ തെറ്റോ എന്ന് സെലക്ട് ചെയ്യാനായിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ ഏതാണ് ഇതിൻ്റെ ഉത്തരം എന്നത് ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ്, ഏതാ നിങ്ങളുടെ ഉത്തരം സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ അമർത്തുക. ഇതൊരു സിംഗിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എത്ര പുസ്തകങ്ങളുണ്ട്? നിങ്ങൾക്ക് ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണമേ സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതാണോ നിങ്ങളുടെ ശരി ഉത്തരം നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ വീണ്ടും അമർത്തുക. ഇൻ കേസ് നിങ്ങൾക്ക് മുമ്പ് എഴുതിയ ചോദ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാനായിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എന്ന ബട്ടൺ അമർത്തിയാൽ PREV ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, മുമ്പുള്ള ചോദ്യത്തിലോട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. അവിടെ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത ഉത്തരം തെറ്റായിരുന്നു, ശരിയായില്ല എന്ന് ചിന്തയുണ്ടെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സിംഗിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഇതിലേതെങ്കിലും ഒരു ഉത്തരം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം മുമ്പ് പറഞ്ഞതുപോലെ നെക്സ്റ്റ് അമർത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ കൗണ്ട് ഡൗൺ ടൈമർ റണ്ണിങ് ആണ്. നിങ്ങൾ ആ സമയത്തിനുള്ളിൽ എഴുതി തീർക്കേണ്ടതാണ്. ഇത് ഒരു സിംഗിൾ ചോയ്സ് ചോദ്യമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പല ഉത്തരങ്ങൾ സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അതായത് ഒരു ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ടാകും. നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. പല ചോദ്യങ്ങളുടെ ഉത്തരം, പല ഉത്തരങ്ങൾ സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ അതിനർത്ഥം ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യമാണ്. മുമ്പ് കാണിച്ചതുപോലെ സിംഗിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഒരു ഉത്തരം മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഈ എന്തുകൊണ്ട് ഒരാൾ ബൈബിൾ പഠിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് മൾട്ടിപ്പിൾ ഉത്തരങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം കംപ്ലീറ്റ് എന്ന ഈ ബട്ടൺ അമർത്തുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് ഒരു കൺഫർമേഷനും കൂടെ ചോദിക്കും. യെസ് ഓർ നോ, ഡു യു വാണ്ട് ടു കംപ്ലീറ്റ് ക്വിസ് എന്ന് ചോദിക്കും. യെസ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആകും. വീണ്ടും എക്സാം എഴുതുവാനായിട്ട് അവസരമില്ല. അതുകൊണ്ട് വളരെ ആലോചിച്ച്, ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ചെയ്തതിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഈ പ്രീവിയസ് ബട്ടൺ അമർത്തി ഒന്നുകൂടെ വീണ്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ നോക്കാം. ഞാൻ ഈ എക്സാം എഴുതി കഴിഞ്ഞു. ഞാൻ യെസ് എന്ന് അമർത്തുന്നു. നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് തന്നെ നിങ്ങളുടെ റിസൾട്ട് എത്രയാണ്, 60% പാസിന് വേണ്ടിയിരുന്നത്, നിങ്ങൾക്ക് ലഭിച്ചത് എത്ര ശതമാനമാണ്, നിങ്ങൾ ഈ ടെസ്റ്റ് പാസ്സായോ ഇല്ലയോ, അതുപോലെ എക്സാമിൻ്റെ മറ്റ് സമ്മറീസ് ഇവിടെ കാണിക്കുന്നതാണ്. ഇനിയല്ല, നിങ്ങൾക്ക് മുൻപ് ചെയ്ത ചോദ്യങ്ങളെ നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തുവാനായിട്ട് സാധിക്കില്ല, പക്ഷേ കാണണമെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ആൻസറാണ് ചെയ്തതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ വ്യൂ യുവർ റെസ്പോൺസ് എന്ന ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്ത ചോദ്യം ചെയ്ത ആൻസർ എന്താണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിത്യതയിൽ ദൈവം തന്നെ സൃഷ്ടിച്ചു. ഈ ചോദ്യത്തിന് നിങ്ങൾ ചെയ്ത റെസ്പോൺസ് അല്ലെ ഏതാണെന്നുള്ളത് ഇവിടെ തെറ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. അതിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ക്വിസ് എഴുതുന്നതിനെ കുറിച്ച്, ഓൺലൈൻ ടെസ്റ്റ് എഴുതുന്നതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.